പെട്ര, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ചർച്ചകൾ സജീവമാകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കിടയിൽ പെൻഷനെ ചൊല്ലി വലിയൊരു ചോദ്യം ഉയരുകയാണ്. നാഷണൽ പെൻഷൻ സിസ്റ്റമാണോ അതോ യൂണിഫൈഡ് പെൻഷൻ സ്കീമാണോ ജീവനക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമെന്ന്. എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമാണ് ഈ ശമ്പള പരിഷ്കരണത്തെ കാത്തിരിക്കുന്നത്. ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കിടയിൽ പെൻഷനെ ചൊല്ലി വലിയൊരു ചോദ്യമാണ് ഉയരുന്നത്. നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPS ആണോ അതോ യൂണിഫൈഡ് പെൻഷൻ സ്കീമാണോ ജീവനക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും ലാഭകരവും എന്നതാണ് ചോദ്യം. രണ്ട് സ്കീമുകളും ജീവനക്കാരെ സംബന്ധിച്ച് വിരമിക്കലിന് ശേഷം വരുമാനം നൽകുന്നുണ്ട്. പക്ഷെ അവ പ്രവർത്തിക്കുന്ന രീതി, അപകട സാധ്യതകൾ, ആനുകൂല്യങ്ങൾ എന്നിവ തികച്ചും വ്യത്യസ്തമായിരിക്കും. എട്ടാം ശമ്പള കമ്മീഷനിൽ പെൻഷനിൽ എന്ത് മാറ്റമാകും ഉണ്ടാകുന്നത് എന്ന് നോക്കാം. സർക്കാർ ജീവനക്കാർക്കുള്ള പഴയ പെൻഷൻ പദ്ധതി മാറ്റി സ്ഥാപിക്കുന്നതിനായി 2004 NPS പദ്ധതി ആരംഭിക്കുന്നത്. 2009 സ്വകാര്യ ജീവനക്കാർ, സ്വയം തൊഴിൽ ചെയ്യുന്ന പ്രൊഫഷണലുകൾ, NRIകൾ എന്നിവരെ ഉൾപ്പെടുത്തി ഇതിന്റെ വ്യാപ്തി വികസിപ്പിച്ചു. NPSൽ വിരമിക്കുന്ന സമയത്ത് ജീവനക്കാരന് തന്റെ ആകെ നിക്ഷേപത്തിന്റെ 60% തുക ഒറ്റത്തവണയായി പിൻവലിക്കാൻ സാധിക്കും. ബാക്കി 40% പെൻഷനായി മാറ്റിവെക്കുന്നത്. പണം നേരിട്ട് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വിപണിയിൽ ഇടിവുണ്ടായാൽ അത് ജീവനക്കാരുടെ ഫണ്ടിനെയും പെൻഷൻ തുകയും ദോഷകരമായി തന്നെ ബാധിക്കാം. 2024 ജീവനക്കാർക്ക് ഗ്യാരണ്ടീഡ് പെൻഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ഏകീകൃത പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത്. നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കേന്ദ്ര ജീവനക്കാർക്കും ഈ പദ്ധതി ലഭ്യമാണ്. ജീവനക്കാർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് NPSൽ നിന്ന് UPSലേക്ക് മാറാനുള്ള പൂർണ്ണ ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ഇതിൽ വിരമിക്കുമ്പോൾ കഴിഞ്ഞ 12 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ ഏകദേശം 50% പെൻഷനായി ലഭിക്കുക. കുറഞ്ഞത് 10,000 രൂപ പ്രതിമാസം പെൻഷൻ ഉറപ്പാണ്. കുടുംബത്തിന് 60% വരെ കുടുംബ പെൻഷനും കാണും. ജീവനക്കാർക്ക് പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കി ക്ഷമാശ്വാസവും ലഭ്യമാക്കും. NPSൽ പെൻഷൻ തുക നിശ്ചയിച്ചിട്ടില്ല. നിങ്ങളുടെ പണം ഓഹരി വിപണിയിലും ബോണ്ടുകളിലും നിക്ഷേപിക്കപ്പെടും. അതുകൊണ്ട് പെൻഷൻ പൂർണ്ണമായും വിപണിയുടെ പ്രകടനത്തെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. UPSലാണെങ്കിൽ ഇതൊരു ഗ്യാരണ്ടീഡ് പെൻഷൻ പദ്ധതിയാണ്. ഇതിൽ വിരമിച്ച ശേഷം നിങ്ങൾക്കൊരു നിശ്ചിത പെൻഷൻ നൽകണമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നുമുണ്ട്. NPSൽ പണം വിപണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വിപണി ഇടിഞ്ഞാൽ നിങ്ങളുടെ വരുമാനവും പെൻഷൻ തുകയും കുറഞ്ഞേക്കാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.